ആയുസിന്റെ വേദം ആയുർവേദം. ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഓൾഡ് NKN ഹോസ്പിറ്റൽ, സൗത്ത് കുമ്പളങ്ങി. ഫോൺ 8606240012 9656240012. മട്ടാഞ്ചേരി ഹാജി ഈസ ഹാജി മുസ മെമ്മോറിയൽ ഹൈസ്കൂളിൽ സ്നേഹപൂർവ്വം സുപ്രഭാതം പദ്ധതിക്ക് തുടക്കമായി. ഹാജി ഈസ ഹാജി മുസ മെമ്മോറിയൽ ഹൈസ്കൂളിൽ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്നേഹപൂർവ്വം സുപ്രഭാതം പദ്ധതിക്ക് തുടക്കമായി. കുട്ടികളിൽ പത്രപാരായണത്തിലേക്ക് തിരികെ എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിൽ പദ്ധതി ആരംഭിച്ചത്. കാട്ടുവളപ്പിൽ ഭാവ നബീസ മെമ്മോറിയൽ ഫാമിലി വെൽഫെയർ സൊസൈറ്റി മുൻ പ്രസിഡന്റ് KB ഖലീലിന്റെ സ്മരണാർത്ഥമാണ് ഇവിടെ പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം സൊസൈറ്റി പ്രസിഡന്റ് KB അഷ്റഫ് നിർവഹിച്ചു. ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഘടനയായി മാറിയിട്ടുണ്ട്. പല ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരു സംഘടന. നമ്മുടെ സഹോദരൻ KB ഖലീൽ തുടങ്ങി വെച്ച ഒരു സംഘടനയാണ് കാട്ടുവളപ്പിൽ ഭാവ നബീസ സൊസൈറ്റി. അദ്ദേഹം നമ്മളിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ അദ്ദേഹം തുടങ്ങി വെച്ച എല്ലാ കാര്യങ്ങളും ഇതുവരെയും കൂടാതെ ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകും. വൈസ് പ്രസിഡന്റ് KB ജബ്ബാർ അധ്യക്ഷത വഹിച്ചു. സുപ്രഭാതം റീജിയണൽ മാനേജർ ഷംസുദ്ദീൻ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് PS ഷാജഹാൻ, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക MP സിന്ധു, LP പ്രധാനാധ്യാപിക അഞ്ചമ്പായി ടീച്ചർ, അധ്യാപകൻ അബ്ദുൽ ഗനി സുലാഹി, അധ്യാപിക ജാസ്മിൻ ടീച്ചർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. അക്ഷരം നമ്മുടെ മനസ്സിൽ പാകിക്കഴിഞ്ഞാൽ നമുക്ക് വിശാലമായ ലോകത്തേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നതിന് തെളിവാണ് ഇന്നത്തെ ഈ വായനയുടെ സംരംഭം നമുക്ക് കാണിച്ചു തരുന്നത്. സാറ് പറഞ്ഞതുപോലെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ വായനയുടെ ലോകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ IAS പോലെയുള്ള ഉന്നത തലത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് ഏവർക്കും കഴിയും. ഒരു നാടിനെ മുഴുവനുമാണ് കണ്ണുനീരാക്കി. അത്രത്തോളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സേവന മേഖലകളിൽ പൊതുരംഗത്ത് ആരോരും അറിയാതെ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്ന് പറയുന്ന സംഗതിയെ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ് ഉറക്കമുറ്റുന്നതിന് മുമ്പ് എന്ന് പറയാം ഒരു നാടിൻ്റെ പ്രതീക്ഷയായിരുന്നു അദ്ദേഹം. ഒരു സുപ്രഭാതത്തിൽ ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം അങ്ങേയറ്റം ധന്യമാകട്ടെ എന്ന് ആത്മാർത്ഥം. ഇന്ന് പലപ്പോഴും നമുക്ക് സത്യസന്ധമായ അറിവുകൾ ലഭിക്കാതെ പോകുന്നുണ്ട്. അത് നമ്മുടെ ഭാവിയിൽ മറ്റിതര മെസ്സേജുകളിലൂടെ വളർന്നു വന്നാൽ നമുക്ക് ഒരുപാട് ദൂഷ്യഫലങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പത്ര വായനയിലൂടെ നല്ല നല്ല അറിവുകൾ നിങ്ങൾക്ക് നൽകുന്നതിനാണ് ഈ പത്രം ശ്രമിക്കുന്നത്. സദാവ് സൂചിപ്പിച്ചതുപോലെ സാമുദായിക സന്തുലിതാവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി ജാതിമത ചിന്തകൾക്ക് അതീതമായി രാഷ്ട്രീയത്തിന് അതീതമായി. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.